അത് ഞാൻ പെട്ടതല്ല, എന്നെ എന്ത് ചെയ്തതാ? പെടുത്തിയത്. അസ്തു പറഞ്ഞ പോലെ എന്നെ ഏൽപ്പിച്ചത് എന്റെ സമ്മതത്തോടുകൂടി ഒന്നുമല്ല. എന്നാൽ ബാപ്റ്റിസം നമ്മൾ എടുക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ഫുൾ ഹാർട്ടിലായിരിക്കണം. ഇതൊക്കെ ഫുൾ ഹാർട്ടിലുള്ള ഡിസിഷനാണല്ലോ, ഇല്ലേ? അപ്പൊ അതേകൂടെ സാക്ഷി പറയുമ്പോൾ പറയും, ടെസ്റ്റിമണിക്ക് പാസ്റ്റ് അവസരം വരുമ്പോൾ അത് പറയണം. ആരും നിർബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, സ്നാനപ്പെടുകയല്ല, നമുക്ക് തന്നെ. അതിന് പ്രായം, നമ്മൾ എൽഡർ സ്നാനോ നമ്മൾ ശിസ്നാനോ നടത്താറില്ല. പ്രായമുള്ളവരെ നമ്മൾ സ്നാനപ്പെടുത്തുന്നില്ല, പിള്ളേരെ സ്നാനപ്പെടുത്തില്ല. നമ്മൾ സ്നാനപ്പെടുത്തുന്നത് എന്താ? വിശ്വാസ സ്നാനം, ബൈ ഫെയ്ത്ത്. ബൈ ഫെയ്ത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്നാനം. സ്നാനമില്ലാത്ത 2 ചർച്ചുണ്ട് ലോകത്തില്, നിങ്ങൾ അതുകൂടെ അറിഞ്ഞിരിക്കണം. സ്നാനപ്പെടുത്താത്ത 2 ചർച്ചകൾ. ബാക്കി എല്ലാ ചർച്ചകൾക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ബാപ്റ്റിസം ഉണ്ട്. ആ 2 ചർച്ച ഏതാ? ഒന്ന് ക്വൈക്കർ ചർച്ചും ഒന്ന് സാൽവേഷനാണ്. ബാക്കി എല്ലാവർക്കും സ്നാനമുണ്ട്. എന്നാൽ റോങ് വേയിലാണ് പലരും ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടിയുപദേശം ഉണ്ടായിരുന്നു, കോട്ടയത്ത്, മരിച്ചുപോയി. അദ്ദേഹം നമ്മളൊരു പാട്ട് പാടുമല്ലോ, പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ. പുള്ളി അത് പാടിപ്പിക്കുമ്പോൾ പറയും ശിശു സ്നാനമേൽപ്പാൻ എന്ന് പറഞ്ഞ് പാടുക. അങ്ങനെ ഈ റോങ് വേയിൽ പാടിപ്പിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഈ 17-ാം തീയതി സൺഡേ രാവിലെ നമുക്കൊന്നിച്ച് പ്രിയ പൈതലുമായിട്ട് വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും രാവിലെ വന്ന കാര്യം. ഒരാളോട് ജോയിന്റ് വിത്ത് ആരോട് ചേരുക? യേശു ക്രിസ്തുവിനോട്. സ്നാനപ്പെട്ടതുകൊണ്ടായില്ല, റിബേക്ക അഭിഷേകം പ്രാപിക്കണം കേട്ടോ. കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കണം. ഡാഡിയോടും മമ്മിയോടും പറയണം എനിക്കതിനുള്ള വഴി ഒരുക്കാൻ. പിന്നെ എന്ത് ചെയ്യണം? നല്ലതായിട്ട് പഠിക്കണം കേട്ടോ. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്നു അതിന് പഠിക്കാതെ ഉഴപ്പി ആയിപ്പൊന്നും ആകരുത്. എവിടെ പോയാലും, കോളേജിൽ പോയാലും, എവിടെ പോയാലും എന്ത് ചെയ്യണം? നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, നല്ല ജോലി മേടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ചർച്ചയിൽ കൊടുക്കേണ്ടതൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം. പിന്നെ ലോകം മുഴുവൻ പോയി എന്ത് ചെയ്യണം? സുവിശേഷം പറയാൻ ഈ അവസരം ഒരുക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ പോയി ദൈവമേ എനിക്ക് ദൈവവേലയെ. ഞാൻ റിബേക്ക കുഞ്ഞായിരുന്നപ്പോൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച് ചെയ്യാൻ സൈമനോട് ഒരു കാര്യം പറഞ്ഞു. റിബേക്കയും ജയയും ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. എനിക്ക് ദൈവം വെളിപ്പെടുത്തിയൊരു കാര്യം കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു. അവളൊരു ദൈവവേലയ്ക്ക് വെളിയുള്ള കുഞ്ഞാണ്. അപ്പൊ എന്നോട് ജയ പറഞ്ഞു, ഫസ്റ്റ് അത് ഞങ്ങളുടെ ഹൃദയത്തിലും തോന്നി, ഞങ്ങൾ അവളോട് അത് പറഞ്ഞായിരുന്നു പറഞ്ഞു. അവരുടെ ഹൃദയത്തിൽ തോന്നി കുറച്ചുനാൾ കഴിഞ്ഞാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഓർമ്മിക്കുകയാണ്, ആ വിളിയുള്ളവരോടാണ് പിശാചിന് എന്ത് ചെയ്യുന്നത്? ഒത്തിരി പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നിന്ന് ജയിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് നിങ്ങളായിരിക്കണം. അതുകൊണ്ട് ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കർത്താവിനോട് ചേരുകയാണ്. കർത്താവ് വരാൻ ലേറ്റ് ആകുന്ന എന്താണ് എന്ന് പലരും ചിന്തിക്കും. ഒരു കാര്യം ഇതാണ്, ഒരാളുകൂടെ കർത്താവിനോട് എന്ത് ചെയ്യാനുണ്ടായിരുന്നു? ചേരാൻ. അതുപോലെ പലരുണ്ട്. നമുക്കതിനായി ഇടയാകട്ടെ. എന്നോട് പറഞ്ഞ കാര്യം ഓക്കെ. നമുക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 4-ാം അധ്യായത്തിൽ പറഞ്ഞെന്താ? യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് പറഞ്ഞു കേട്ടോ. ഈ സ്നാനത്തിന് പോലും ഞാൻ എപ്പോഴും യേശു ചെയ്തതിന് ഒത്തിരി മുമ്പ് ഇമ്പോർട്ടന്റ് കൊടുക്കും. എനിക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. മറ്റൊരു ചെയ്ത് തെറ്റാണല്ല. കർത്താവ് ചെയ്തതിന് നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഫോളോ ചെയ്യാൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ യേശു ശിഷ്യന്മാരെക്കാൾ, യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് എന്ത് ചെയ്തു? സ്നാനത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, ഈ സ്നാനത്തിന് വേണ്ടി ആളുകളെ ഒരുക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആര്? യേശു ക്രിസ്തു. ആളുകളെ സ്നാനപ്പെടണമെന്ന് പറയുകയും വിശ്വാസനാണ് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യും. നമ്മളാണെങ്കിൽ പറയും, ഒരാളോട് കണ്ടുമുട്ടിയ ഉടനെ പാസ്റ്ററെ സ്നാനം ഒന്നും എന്ത് ചെയ്തത്? അതൊക്കെ പതുക്കെ പറയാറുള്ളൂ, ഇല്ലയോ? അത് ധൃതി വെച്ചൊന്നും എന്ത് ചെയ്തത്? എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ഒരാളെ കണ്ടുമുട്ടുമ്പോഴേ എന്താ പറയുന്നത്? ആ ഉപദേശം മൊത്തം പറയും. ആ ഉപദേശം മൊത്തം യേശു ക്രിസ്തു പറയുമായിരുന്നു.
മാനസാന്തരം കഴിഞ്ഞിട്ട് നീ അടുത്ത ആഴ്ച സ്നാനം പറയാല്ല അവർ വന്നില്ലേ എന്ന്. നോ, യേശുവാണ് ഏറ്റവും കൂടുതൽ ഉപദേശം പറഞ്ഞത്. ഇനിയും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച് പുറകിൽ താൻ തടവിലായെന്ന് അറിഞ്ഞപ്പോഴേ യേശു എന്ത് ചെയ്യുന്നറിയാവോ? ഗലീലയിലെല്ലാം ചെന്ന് എന്താ പറഞ്ഞു? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തര പ്രസംഗം പറയാനും യേശുവിന്റെ ലജ്ജയിലായിരുന്നു. മാനസാന്തരപ്പെടുത്താൻ സ്നാനപ്പെടുത്താൻ വേണ്ടി ഈ 12 ശിഷ്യന്മാരല്ലായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. 12 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്തതേ ഉള്ളൂ. അത് അധികം ശിഷ്യന്മാരെ ചേർത്ത് കുറച്ചു പേരെ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം മുന്നോട്ട് വായിക്കുമ്പോഴുണ്ട് ഇത് കഠിന ഉപദേശം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കുറച്ചു പേര് പിരിഞ്ഞുപോയി. ആ കൂട്ടത്തിൽ ഈ 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ? എന്റെ ഉപദേശത്തിന് മാറ്റമൊന്നുമില്ല, നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? പോകാം. ഞാൻ ഈ പറയുന്നത് തന്നെയായിരിക്കും ഇനിയും പറയുന്നത്. മാനസാന്തരവും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ഇറ്റേണൽ ലൈഫും ഒക്കെ ആയിരിക്കും പറയുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നോ, നിത്യജീവന്റെ വഴികൾ ഞങ്ങളിവിടെ പോകും. റിബെക്കയോട് ഓർപ്പിക്കുക, നേരത്തെ സ്നാനപ്പെട്ടവരോട് ഓർപ്പിക്കുക, പിശാച് നമ്മളെ വളം വലിക്കും, നിനക്ക് വേണേലും മാറിപ്പോകാം. ഒത്തിരി പേര് ബാധിപ്പോയവർ, പിന്മാറ്റത്തിൽ പോയവര്. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന ഇടയ്ക്ക് കാനവച്ചനൊക്കെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തത്. ആ കൂട്ടത്തിൽ വന്ന ഒരു അച്ഛനാണ് തെങ്ങേലച്ചൻ. തെങ്ങേലച്ചൻ സ്നാനപ്പെട്ട് ഒത്തിരി പേരെ സ്നാനപ്പെടുത്തി ഭയങ്കര രോഗശാന്തി വരെ പ്രാപ്തനായിരുന്നു. ഒരുപക്ഷെ ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? പുറപ്പെട്ടു, പിന്മാറിപ്പോയി. തന്നെ വന്ന ആളുകൾ ഇങ്ങനെ വശീകരിച്ചപ്പോ താനെ പിന്മാറിപ്പോയി. താന് പഴയ കുപ്പായം എടുത്തിട്ടു. എന്നിട്ട് താന് ഇവിടെ ചിക്കാഗോയിൽ വെച്ചാ വന്ന് മരിക്കുന്നത്. തന്നെ ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്തു. പിശാചിന്റെ പണിയാണ്. റിബെക്കയോട് ഓർപ്പിക്കുകയാണ്, എല്ലാവരോടും ഓർപ്പിക്കുകയാണ്, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയുവാൻ പിശാച് നമ്മളെ എന്ത് ചെയ്യും? നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. കോളേജ് ലൈഫിലും വീട്ടിലും ലൈഫ് മുഴുവൻ നമ്മളെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഞാൻ ആരോട് ചേർന്നു? യേശുവിനോട്. പള്ളിയിൽ ബാപ്റ്റിസം കൊടുക്കുന്നത്, ശിശുസ്നാനം കൊടുക്കുന്നത് പള്ളിയുടെ മെമ്പർഷിപ്പ് ആകാനാണ്. ആ കൊച്ചി അത്ത് പോയെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കുഴിച്ചിടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് അതിനെ പിടിച്ച് 28 പറയും. ആ കൊച്ചിനെ മുക്കുന്നൊക്കെ പറയും. നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ കൊച്ചിനെ മുക്കുമ്പോൾ ഈ പള്ളിയില് എനിക്കൊരു തലതൊട്ടപ്പനുണ്ട്. തലതൊട്ടൻ അത് അദ്ദേഹം മരിച്ചു, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹമാണ് എന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് വേണ്ടി പറയാ, പുള്ളിയുടെ പേര് കുഞ്ഞപ്പി എന്നായിരുന്നു. പുള്ളി പറയുന്നത്, ജോസഫ് ആകുന്ന ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു? കുഞ്ഞപ്പി പറയുക പുള്ളി ആരാണ്? ജോസഫാണ്. എന്ന് പറഞ്ഞാൽ റോങ് വേയിൽ ആ പള്ളിയിൽ പോലും പതിവാടും എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാവിലെ റിബെക്ക തന്നെയാണ് പറയുന്നത്, ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? മശിഹായെ സ്വീകരിച്ചു. അങ്ങനെ ലഭിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ പാദം നമുക്ക് പിന്തുടരാമെന്ന് ഓർമ്മിച്ചത് വാക്ക്.